ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയുമാണ്. എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നൽകാനുള്ളത്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി 50 വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. 25,053 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടത്തുന്ന നിഫ്റ്റി 50യിൽ നിന്ന് നിലവിലിപ്പോൾ 29 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. 21 ഓഹരികളാണ് ഇടിവ് രേഖപ്പെടുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 100 പോയിന്റുകളുടെ ഒരു നഷ്ടം നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നു. 55,911 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കും ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 8 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 4 ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവുണ്ടാകുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 2.25% മുകളിലുള്ളൊരു നേട്ടം ടാറ്റ സ്റ്റീൽ കാഴ്ചവെക്കുമ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരികളിൽ 2% മുകളിലുള്ള നേട്ടം ഉണ്ടാകുന്നു. കൂടാതെ HCL ടെക് പരിശോധിക്കുകയാണെങ്കിൽ 1.25% നേട്ടം, JSW സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം 1% മുകളിലുള്ള നേട്ടം ഉണ്ടാകുമ്പോൾ സൺഫാർമയ്ക്കും ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുമ്പോഴും ഇതേ ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫാർമ സെക്ടർ പരിശോധിക്കുമ്പോൾ 1% മുകളിലുള്ളൊരു നേട്ടം. നിഫ്റ്റി മെറ്റൽ പരിശോധിക്കുകയാണെങ്കിലും 1.5% ഒരു നേട്ടം ഉണ്ടാകുന്നു. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ IT സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചർ സൂചിയൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഓട്ടോ സൂചികയിൽ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 0.5% മുകളിലുള്ള ഒരു ഇടിവ് ഓട്ടോ സൂചിക നിലവിൽ ഇപ്പോൾ പ്രകടമാക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലൊരു 0.5% ഇടിവ് രേഖപ്പെടുത്തുന്ന നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിൽ നിന്ന് ഓഹരികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലുള്ള നേട്ടം നിലനിർത്താൻ സാധിക്കുന്നു. കൂടാതെ ഫെഡറൽ ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നും ഫെഡറൽ ബാങ്ക് ഒരു നേട്ടം തുടരുന്ന കാഴ്ച. 1% മുകളിലുള്ളൊരു നേട്ടം ഫെഡറൽ ബാങ്ക് രേഖപ്പെടുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും 1% മുകളിലേക്ക് പോകുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടമാണ് ഉണ്ടാകുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഒക്കെ തന്നെ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. എന്നാൽ HDFC ബാങ്കിലാണ് വലിയ രീതിയിലുള്ളൊരു ഇടിവുണ്ടാകുന്നത്. ഏകദേശം 0.25%ഉള്ളൊരു ഇടിവ് HDFC ബാങ്ക് നേരിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിഫ്റ്റി ബാങ്കിങ് സൂചികയിലും അതിൻ്റെ ഒരു തിരിച്ചടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ഇടിവും ഇപ്പോൾ നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിക്കുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയും ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കൂടാതെ നിലവിൽ ഒരു മികച്ച മൊമെൻറ്റം കാഴ്ചവെക്കുന്ന നിഫ്റ്റി മെറ്റൽ സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ 10,258 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മെറ്റലിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്നു. ഏകദേശം 5.25% മുകളിലുള്ളൊരു നേട്ടം ഹിന്ദുസ്ഥാൻ കോപ്പർ രേഖപ്പെടുത്തുമ്പോൾ ടാറ്റ സ്റ്റീൽ, നാഷണൽ അലൂമിനിയം കോർപ്പറേഷൻ ഓഹരികൾ 2.25% നേട്ടം, സ്റ്റീൽ അതോറിറ്റി 2% നേട്ടം, NMDCക്കും ഇതേ നേട്ടം തന്നെ തുടരാൻ സാധിക്കുമ്പോൾ ഹിൻഡാൽക്കോയ്ക്കും വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നിഫ്റ്റി ഫാർമയിലേക്ക് വരികയാണെങ്കിലും 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 21,951 എന്ന് പറഞ്ഞ നിരക്കിലാണ് നിഫ്റ്റി ഫാർമയും ഇപ്പോൾ ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ഫാർമയിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലുപ്പിൻ്റെ ഓഹരികളാണ് വളരെ മികച്ച ഒരു മൊമെൻറ്റം കാഴ്ചവെക്കുന്നത്. ഏകദേശം 4% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ലുപ്പിന് സാധിക്കുന്നു. നിലവിൽ സിറ്റി ലുപ്പിന് നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ടാർഗറ്റായിട്ട് 2,260 രൂപയുടെ ഒരു ടാർഗറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നിലവിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി തീർന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഏകദേശം $250 മില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിലെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടിയിട്ട് ലുപ്പിൻ തയ്യാറായിരിക്കും. അതായത് വളരെ ടൈംലി ഉള്ള ഒരു മൊമെൻ്റാണ്. അതായത് ട്രംപ് ഫാർമ പ്രൊഡക്റ്റുകൾക്ക് അടക്കം ഇപ്പോൾ താരിഫ് പറഞ്ഞ ഒരു സാഹചര്യം നിലവിൽ വരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ലുപ്പിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ താരിഫ് ഭീതിയിൽ നിന്നൊക്കെ ലുപ്പിന് ഒരു മുക്തി ലഭിക്കും എന്നുള്ളതായിരുന്നു ലുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. കൂടാതെ US ജനറിക് ഡ്രഗ് ഇൻഡസ്ട്രി പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സെയിൽസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്ന കമ്പനിക്ക് നിലവിൽ ഈ ഒരു താരിഫ് ഒഴിഞ്ഞതോടുകൂടി തന്നെ അതേ രീതിയിലുള്ള ഒരു സെയിൽസ് നിലനിർത്താനും സെയിൽസ് വർദ്ധിപ്പിക്കാനുമുള്ള ഒരു അവസരം കൂടി തുറന്നു ലഭിച്ചു എന്നുള്ളതും നിലവിൽ ഇപ്പോൾ ലുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി ആയിട്ടാണ് ഇപ്പോൾ സിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് ഓഹരികളുടെ ഒരു നേട്ടം നോക്കുകയാണെങ്കിൽ ഓറോബിന്ദോ ഫാർമ പരിശോധിക്കുമ്പോൾ ഏകദേശം
0.5% നേട്ടമുണ്ടാകുന്നു. സിപ്ലയിലേക്ക് കടക്കുകയാണെങ്കിൽ 1%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരികൾക്കും നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. നാറ്റ്കോ ഫാർമ 0.25% ഒരു നേട്ടവും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. കൂടാതെ മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസിന് നിലവിൽ ജെഫ്രീസ് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ടാർഗറ്റായിട്ട് 3000 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 2543 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് അദാനി എൻ്റർപ്രൈസസിൽ ഒരു ട്രേഡിംഗ് നടത്തുന്നത്. അദാനിയുടെ ഓഹരി നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തിനായിട്ട് സമർപ്പിച്ചത്. ഇതൊക്കെ തന്നെ അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും കമ്പനിയുടെ ബിസിനസ്സിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമുണ്ടാക്കും. അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖല പരിശോധിക്കുകയാണെങ്കിലും ഏവിയേഷൻ ബിസിനസ്സൊക്കെ തന്നെ വലിയ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളത് അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു ടോണിലേക്ക് മാറിയിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 0.5% ഇടിവും ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.